നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. 2023 ഫെബ്രുവരിയിലെ സെക്കൻഡ് പാർട്ടാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 9. ഫെബ്രുവരി 9ന്റെ പ്രത്യേകത എന്താണ്? അന്നാണ് ദേശീയ സെൻസസ് ദിനം. ദേശീയ സെൻസസ് ദിനം എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 9. അതിനുള്ള കാരണം, ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടക്കുന്നത് 1951 ഫെബ്രുവരി മാസം 9 അപ്പോൾ 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. അതുകൊണ്ട് ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനമാണ്. ഓർത്തു വെച്ചോളൂ, ദേശീയ സെൻസസ് ദിനം ഫെബ്രുവരി 9. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചാറ്റ് ബോട്ട്, അതായത് ഗൂഗിൾ അറിയാമല്ലോ. ഗൂഗിൾ 1998 സ്ഥാപിതമായതാണ്. ഗൂഗിൾ 1998 25ാമത്തെ വാർഷികമാണ് 2023 കേട്ടോ. അപ്പൊ ഈ ഗൂഗിൾ ഒരു ചാറ്റ് GPT, അതായത് ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചു. ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേര് പഠിച്ചു വെച്ചോളൂ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ബാർഡ് AI എന്നാണ് പേര്. ബാർഡ് AI എന്നാണ് പേര്. എന്താണ് ചോദ്യം? ഒന്നുകൂടെ വ്യക്തമായിട്ട് പഠിച്ചോണം. ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേരാണ് ബാർഡ് AI. ബാർഡ് AI എന്ന് പറയുന്നത് 5th ജനറേഷൻ കമ്പ്യൂട്ടറുകളിലെ സാങ്കേതിക വിദ്യയാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ഗൂഗിൾ സ്ഥാപിതമാവുന്നത് 98 1998 25ാം വാർഷികമാണ് ഗൂഗിളിൻ്റെത് എന്ന പോയിന്റൂടെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ലാറി പേജും സെർജി ബ്രിന്നും ഇവർ രണ്ടുപേരോടെ ചേർന്നിട്ടാണ് ഗൂഗിള് 1998 സ്ഥാപിക്കുന്നത്. ശരി, അടുത്തത് മൈക്രോസോഫ്റ്റ് നിക്ഷേപം നടത്തിയ ചാറ്റ് ബോട്ട് ഏതാണ്? മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി നിക്ഷേപം നടത്തിയ ചാറ്റ് ബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. ചാറ്റ് GPT ഇതൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചാറ്റ് GPT മൈക്രോസോഫ്റ്റ് നിക്ഷേപം നടത്തിയതാണ് ചാറ്റ് GPT. ഓർത്തിരിക്കുക. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഇപ്പോൾ അത് വ്യാഴമാണ്. വ്യാഴം പുതിയതായി 12 എണ്ണത്തിനെയും കൂടെ കണ്ടെത്തിയതോടുകൂടി ഉപഗ്രഹങ്ങളുടെ എണ്ണം 92 വ്യാഴത്തിന്റെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിലെ ഗ്രഹം വ്യാഴമാണ്. 92 ഉപഗ്രഹങ്ങളായി. ശരി, മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടികളിൽ ഹോളോഗ്രാം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഒന്നീ സ്വകാര്യ വണ്ടികളാകാം, അല്ലെങ്കിൽ പൊതുമേഖലാ വണ്ടികളാകാം. ഏതായാലും മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടികളിൽ ഹോളോഗ്രാം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ചോദിക്കാൻ നല്ല ചോദ്യമാണ്, ഓർത്തിരിക്കണം. മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടികളിൽ ഹോളോഗ്രാം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇനി അടുത്തത് നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിനിന്റെ പേരാണ് എന്ത്? വന്ദേ ഭാരത്. അല്ലെ, വന്ദേ ഭാരത് നമ്മൾ അറിഞ്ഞതാണ്. വന്ദേ ഭാരതിന്റെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. വന്ദേ ഭാരത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഒരു മിനി വേർഷൻ റെയിൽവേ അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് വന്ദേ മെട്രോ. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മിനി വേർഷൻ ആണ് വന്ദേ മെട്രോ എന്ന് പറയുന്നത്. ഓർത്തോണം, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ ചോദിച്ചാൽ വന്ദേ ഭാരത്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 180 km/h ആണ് വന്ദേ ഭാരതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മിനി വേർഷന്റെ പേരാണ് വന്ദേ മെട്രോ. പോയിന്റ് ഓർത്തിരിക്കുക, വന്ദേ മെട്രോ. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു ഫുട്ബോൾ ടീം അല്ലെ, കേരള ബ്ലാസ്റ്റേഴ്സ്. നല്ല പരിചയമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്?
കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആണ് ക്രിക്കറ്റ് താരമായ മലയാളി താരമായ സഞ്ജു സാംസൺ കേട്ടോ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ നേരത്തെ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ ആയിരുന്നു അല്ലെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറുടെ പേര് സഞ്ജു സാംസൺ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. മറന്നു പോണ്ട. ഇനി പ്രവർത്തനത്തിലിരിക്കെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? പ്രവർത്തനത്തിലിരിക്കെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതൊരു പുരസ്കാരത്തെ കുറിച്ചാണ്. പുരസ്കാരം, എന്ത് പുരസ്കാരം? സംഗീത മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരം. സംഗീത മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരം അതാണ് ഗ്രാമി പുരസ്കാരം. ഗ്രാമഫോൺ പുരസ്കാരം അങ്ങനെയായിരുന്നു നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ അത് ഗ്രാമി പുരസ്കാരം എന്നറിയപ്പെടുന്നു. ഗ്രാമി പുരസ്കാരം 2023 പ്രഖ്യാപിച്ച ഗ്രാമി പുരസ്കാരം നേടിയ ഒരു ഇന്ത്യക്കാരനുണ്ട്. 2023 ഗ്രാമി പുരസ്കാരം നേടുന്ന ഇന്ത്യക്കാരന്റെ പേരാണ് റോക്കി അല്ല, റിക്കി കെജ് എന്നാണ് പേര്. റിക്കി കെജ്. അപ്പൊ 2023 ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരന്റെ പേര് എന്താണ്? പേരാണ് റിക്കി കെജ്. പേര് കിട്ടി, റിക്കി കെജ്. ഇത് ആദ്യമായല്ല, അദ്ദേഹം 3ാം തവണയാണ് ഗ്രാമി പുരസ്കാരം നേടുന്നത്. ആര്? റിക്കി കെജ് 3ാം തവണയാണ് ഗ്രാമി പുരസ്കാരം നേടുന്നത്. ഇതിനു മുമ്പ് 2015, 2022, 2023, 2023 വർഷങ്ങളിൽ റിക്കി കെജ് ഗ്രാമി പുരസ്കാരം നേടിയിരുന്നു. ഇനി ഈ വർഷം തന്നെ ഗ്രാമി പുരസ്കാരം നേടിയ ഒരു ഗായികയാണ് ബിയോൺസ്. എന്താണ് പേര്? ബിയോൺസ് എന്നാണ് പേര്. എന്തുകൊണ്ട് ഈ പേര് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ തവണ ഗ്രാമി പുരസ്കാരം നേടിയ വ്യക്തിയാണ് ബിയോൺസ്. ഏറ്റവും കൂടുതൽ തവണ ഗ്രാമി പുരസ്കാരം നേടി, അതായത് 32ാം തവണയാണ് ഗ്രാമി പുരസ്കാരം ബിയോൺസ് നേടുന്നത്. സംഗീത മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണെന്ന് ഓർക്കണം. സംഗീത മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗ്രാമി പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബിയോൺസ്. എത്ര തവണ? 32 തവണ. അപ്പൊ അതും എന്ത് ചെയ്യണം? നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക കേട്ടോ. ഇനി നമ്മുടെ ദേശീയ മൃഗമാണ് കടുവ. നമുക്കറിയാം കടുവകളുടെ സെൻസസിന് പറയുന്ന പേരെന്താണ്? കടുവകളുടെ സെൻസസിന് പറയുന്ന പേര് പഗ്മാർക്ക് എന്നാണ്. പഗ്മാർക്ക് കേട്ടോ. കടുവകളുടെ സെൻസസിന് പറയുന്ന പേരാണ് പഗ്മാർക്ക്. ലോക കടുവാ ദിനം എന്നാന്ന് ചോദിച്ചാൽ ജൂലൈ മാസം 29ാം തീയതിയാണ്. ലോക കടുവാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ മാസം 29ാം തീയതിയാണ്. 2 പോയിന്റ് എക്സ്ട്രാ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് വരാം. 4 വർഷത്തിലൊരിക്കലാണ് കടുവകളുടെ സെൻസസ് നടക്കാറുള്ളത്. ഇന്ത്യയിൽ എത്ര കടുവകളുണ്ട്? ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ എത്ര കടുവകളുണ്ട്? 2967 കടുവകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം 2967. 3000 കടുവകൾക്ക് അടുത്തുണ്ട് അല്ലെ. 2967. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ. മധ്യപ്രദേശ് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നാണ്. ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പം ഈ മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് 526 കടുവകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മാത്രം കടുവകളുടെ എണ്ണം 526. അപ്പൊ ആകെ കടുവകളുടെ എണ്ണം 2967. മധ്യപ്രദേശിൽ മാത്രം 526. ഇനി നമുക്കറിയേണ്ടത് എന്താണ്? കേരളത്തിൽ കടുവ എത്രണ്ണമുണ്ട് അല്ലെ? കേരളത്തിൽ 190 കടുവകളാണ് ഉള്ളത്. കേരളത്തിലെ കടുവകളുടെ എണ്ണം 190. കടുവകളുടെ ശാസ്ത്രീയ നാമം അറിയാലോ. കടുവകളുടെ ശാസ്ത്രീയ നാമമാണ് പന്തേറ ടൈഗ്രിസ് അല്ലെ. പന്തേറ ടൈഗ്രിസ് എന്നാണ് കടുവകളുടെ ശാസ്ത്രീയ നാമം. പോട്ടെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ നാസ എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നാസ എന്ന് പറയുന്നത് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ അല്ലെ.
ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ഇസ്രോ എന്ന് നമ്മൾ വിളിക്കുന്ന ISRO അല്ലെ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ISRO. ഈ നാസയും ISROയും ചേർന്നുള്ള പുതിയൊരു ദൗത്യത്തിന്റെ പേരാണ് നിസാർ എന്ന് പറയും. നാസയും ISROയും ചേർന്നുള്ള പുതിയ ദൗത്യത്തിന്റെ പേരാണ് നിസാർ, NISAR, നിസാർ. അപ്പൊ എന്താണ് അതിന്റെ പൂർണ്ണരൂപം? നാസയും ISROയും ചേർന്ന് നടത്തുന്ന നിസാർ എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപമാണ് നാസ ISRO സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നാസ ISRO SR എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ. നാസ ISRO സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ, അതാണ് നിസാർ എന്നതിന്റെ പൂർണ്ണരൂപം. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു പിന്നണി ഗായിക അന്തരിച്ചു അല്ലെ. പ്രശസ്തയായ പിന്നണി ഗായിക, പേര് വാണി ജയറാം എന്നാണ്. വാണി ജയറാം. ഓക്കെ, അപ്പൊ പേര് ഓർത്തോണം. വാണി ജയറാം അന്തരിച്ചു. വാണി ജയറാമിന്റെ യഥാർത്ഥ പേര് എന്താണ്? വാണി ജയറാമിന്റെ യഥാർത്ഥ പേരാണ് കലൈവാണി. ഓർത്തു വെച്ചോണം. വാണി ജയറാമിന്റെ യഥാർത്ഥ പേരാണ് കലൈവാണി. വാണി ജയറാമിന്റെ യഥാർത്ഥ പേരാണ് കലൈവാണി എന്നാണ് പേര്. കലൈവാണി ഓർത്തുക്കണം. കലൈവാണി പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചോദ്യമാണ്. വാണി ജയറാമിന്റെ യഥാർത്ഥ പേര് കലൈവാണി എന്നാണ്. ഈ വാണി ജയറാം എന്ന് പറയുന്നത് പിന്നണി ഗായികയാണെന്ന് പറഞ്ഞു. 3 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 3 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? വാണി ജയറാമിന് ലഭിച്ചിട്ടുണ്ട്. 1975, 1980, 1991 വർഷങ്ങളിൽ. 1975, 1980, 1991 എന്നീ വർഷങ്ങളിൽ 3 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? വാണി ജയറാമിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഓർത്തോണം. 2023 വാണി ജയറാമിന് എന്ത് ലഭിക്കുന്നു? പത്മവിഭൂഷൺ പുരസ്കാരം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരം ഭാരതരത്ന, രണ്ടാമത്തത് പത്മവിഭൂഷൺ. ഈ പത്മവിഭൂഷൺ 2023 രാജ്യം ആർക്ക് നൽകുന്നു? വാണി ജയറാമിന് നൽകി ആദരിക്കുന്നുണ്ട് എന്ന പോയിന്റൂടെ നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ എന്ത് നിരോധിച്ചു? വിക്കിപീഡിയക്ക് നിരോധനം ഏർപ്പെടുത്തി അല്ലെ. നമ്മൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ തപ്പിപ്പോറുള്ളത് വിക്കിപീഡിയ അല്ലെ. അപ്പൊ ആ വിക്കിപീഡിയക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ വിക്കിപീഡിയക്ക് നിരോധനം ഏർപ്പെടുത്തി. ശരി, അടുത്ത പോയിന്റ് പാമ്പൻ പാലം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പാമ്പൻ പാലം അല്ലെ. അതായത് നമ്മൾ അബ്ദുൽ കലാം സാറിനെ കുറിച്ചൊക്കെ എങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പാമ്പൻ പാലം എന്നൊക്കെ കേൾക്കാൻ വഴിയുണ്ട്. പാമ്പൻ പാലം വഴിയുള്ള ട്രെയിൻ യാത്രയെല്ലാം നിർത്തലാക്കി പാമ്പൻ പാലത്തെ ഒരു ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു. പാമ്പൻ പാലത്തെ എന്തായി പ്രഖ്യാപിച്ചു? ഒരു ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു. ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് രാമേശ്വരത്തെയും പാമ്പൻ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. രാമേശ്വരത്തെയും പാമ്പൻ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. പാമ്പൻ പാലം വഴിയുള്ള ട്രെയിൻ യാത്രയെല്ലാം ആര് നിർത്തി? സർക്കാർ നിർത്തലാക്കി. ഇനി പാമ്പൻ പാലം 1914 നിർമ്മിക്കുന്നത് എന്ന പോയിന്റൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. 1914 ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് പാമ്പൻ പാലം നിർമ്മിക്കുന്നത് കേട്ടോ. പാമ്പൻ പാലം ചരിത്ര സ്മാരകമായി. ശരി, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒരു നോവലാണ്. നോവൽ എന്ന് പറയുമ്പോൾ പരിചയമുള്ള ഒരാളാണ്. പേര് സൽമാൻ റുഷ്ദി എന്നാണ് പേര്. സൽമാൻ റുഷ്ദി അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ള ആളാ സൽമാൻ റുഷ്ദി. ഈ സൽമാൻ റുഷ്ദിയുടെ പുതിയൊരു നോവലാണ് വിക്ടർ സിറ്റി. വിക്ടർ സിറ്റി ആരുടെ നോവൽ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം സൽമാൻ റുഷ്ദിയുടെ നോവലാണ് വിക്ടർ സിറ്റി. ഓർമ്മയിലിരിക്കട്ടെ. ശരി, അടുത്തത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്. ദേശീയ ശാസ്ത്ര കോൺഗ്രസ് അല്ല, ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് 2023 എവിടെ വെച്ചായിരുന്നു? ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് 2023 വേദി അഹമ്മദാബാദ് ആണെന്ന് ഓർക്കുക. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ 2023 വേദി അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദിന്റെ വിശേഷണമാണ് മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു.
അങ്ങനെ മാഞ്ചസ്റ്റർ, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ. അപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആയ അഹമ്മദാബാദിൽ വെച്ചാണ് 2023 ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്, അല്ലെ? ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്. ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്റെ ഉത്തരം 108ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് 2023 നാഗ്പൂരിൽ വെച്ചാണ്, മറന്നുപോകണ്ട, നാഗ്പൂരിൽ വെച്ചാണ്, അല്ലെ? കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഇടുക്കിയാണ്. ഈ പോയിന്റുകളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് വിചാരിക്കുന്നു. ശരി, അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് ഓർത്തിരിക്കണം കേട്ടോ. ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. അതായത് ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്. ആ ഫെബ്രുവരി 4-ന്റെ 2023 പ്രമേയമാണ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളത്. ഓർത്തോണം, ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ഓക്കെ, ഇനി ഫെബ്രുവരി മാസം 2-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം. റംസാർ കരാർ ഒപ്പിട്ടത് ഒരു ഫെബ്രുവരി മാസം 2-ാം തീയതിയായിരുന്നു, അല്ലെ? 1971 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് റംസാർ കരാർ ഒപ്പിടുന്നത്. അതുകൊണ്ട് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2023 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ തണ്ണീർത്തടങ്ങളുടെ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി. തണ്ണീർത്തടങ്ങളുടെ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി. തണ്ണീർത്തടങ്ങളുടെ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി. പോയിന്റ് ഓർത്ത് വെച്ചോണം കേട്ടോ. ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. തണ്ണീർത്തടങ്ങളുടെ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി. തണ്ണീർത്തടങ്ങളുടെ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി. ഇനി അടുത്തത് ഒരു ബജറ്റിനെ കുറിച്ച് ഒരു പോയിന്റ് പറയാനുണ്ട്. ബജറ്റ് 2023 ബജറ്റ് അവതരിപ്പിക്കുന്നത് നിർമ്മല സീതാരാമനാണ്, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. നമുക്കറിയാം, നിർമ്മല സീതാരാമൻ 2023 ബജറ്റ് പ്രസംഗം 87 മിനിറ്റ് നീണ്ടു. 87 മിനിറ്റ് നീണ്ടു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗമായിരുന്നു 2023 ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗമായിരുന്നു 2023 നിർമ്മല സീതാരാമൻ നടത്തിയത് 87 മിനിറ്റ്. എന്നാൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയതും ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തിയും നിർമ്മല സീതാരാമനാണ്. 2020 ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അന്ന് ബജറ്റ് പ്രസംഗത്തിന് നിർമ്മല സീതാരാമൻ എടുത്ത സമയം 2 മണിക്കൂർ 40 മിനിറ്റ് ആണ്. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ്. അപ്പൊ ഇത് 87 മിനിറ്റ്, മറ്റേത് 2 മണിക്കൂർ 40 മിനിറ്റ്. 2 മണിക്കൂർ 40 മിനിറ്റ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ വരാം. അടുത്തത്, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ഏത്? കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നദിയാണ് കൂവം നദി. കൂവം നദി. കൂവം നദി നമുക്കറിയാം, തമിഴ്നാട്ടിലെ ചെന്നൈ പട്ടണത്തിന്റെ തീരത്തോട് ഒഴുകുന്ന നദിയാണ് ഏത്? കൂവം നദി. ഇതാണ് രാജ്യത്തെ ഏറ്റവും മലിനമായ നദി. ഏറ്റവും മലിനമായ നദിയാണ്. ഇനി അടുത്തത്, ജലത്തിന്റെ മാലിന്യം അളക്കുന്നതാണ് BOD. എന്താണ് BOD? ജലത്തിന്റെ മാലിന്യം അളക്കുന്നതാണ് BOD. എന്ന് പറഞ്ഞാല് BOD എന്നതിന്റെ പൂർണ്ണരൂപമാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ്. അടുത്ത പോയിന്റ്, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ട് ഏതിനെ തെരഞ്ഞെടുത്തു? വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിശാഖപട്ടണമാണ്. ഓക്കെ, അപ്പൊ 2023 ഫെബ്രുവരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ, കറണ്ട് അഫയേഴ്സ് ക്ലാസ് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.